ഗുഡ് മോർണിംഗ്. ഞാനേ ഹെൽത്തിനെ പറ്റി പറയുന്നത് കാരണം രാവിലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും പറയുന്നതും ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാനും കൂടിയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയുടെ ഉദ്ദേശം. യെസ്റ്റർഡേ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു വെറുതെ കുത്തിയിരുന്നിട്ട് എനിക്കിന്ന് നല്ല ഹെൽത്താണ്, ഇന്ന് നല്ലതാണ്. അത് മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡു യുവർ പാർട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിരിക്കണം, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു കാറ്റലോഗിൽ, ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സീക്രട്ട് ബുക്കിൽ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം നിങ്ങളുടെ കാറ്റലോഗിൽ നോക്കിയിട്ട് ഷോപ്പിംഗ് ചെയ്യില്ലേ, നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് 2 ടേബിൾ മേടിക്കുമോ? നിങ്ങൾ ഒരെണ്ണമല്ലേ വാങ്ങിക്കുള്ളൂ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡൈനിങ് ടേബിളല്ലേ ഉണ്ടാവുള്ളൂ ഒരു കുടുംബത്തിന്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുക. പിന്നെ കാറ്റലോഗിൽ നോക്കി ഓർഡർ ചെയ്താൽ മാത്രം പോരാ, പൈസയും കൊടുക്കണം അല്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മൾ. ദ സെയിം വേ ആണ് ഈ ഹെൽത്തിനൊക്കെ. സൗണ്ട് കുറച്ച് കുറവുണ്ടാവും, ബിക്കോസ് ഔട്ട്ഡോറിലൊക്കെ വന്നിരുന്നിട്ട് ചെയ്യാണ്. ഞാൻ ആവുന്നത്ര സൗണ്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും വരുന്നതിന് മുമ്പ് എടുക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. കുറച്ച് നേരിയ തണുപ്പുണ്ട്, ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വന്ന് സ്വിമ്മിംഗ് പൂളിൽ അധികം ഇറങ്ങില്ല രാവിലെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത്. സോ ഈ ഹെൽത്തിനെ പറ്റി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണെ, മാനിഫെസ്റ്റിംഗ് ദ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കുക. ഫസ്റ്റ് ഡീക്ലട്ടർ ചെയ്യുക. നമ്മുടെ തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സ് നമുക്ക് ഡീക്ലട്ടർ ചെയ്താൽ മാത്രമല്ലേ അതിനകത്തേക്ക് ഒരു ഗാർബേജ് ബോക്സ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് വയ്ക്കാൻ പറ്റും? അതുകൊണ്ട് കളയണോ അല്ലേ? കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെയും വരും, എന്നാലും പിന്നെയും കളയും. നമ്മൾ ഡെയിലി അത് നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഡീക്ലട്ടർ യുവർ മൈൻഡ്, നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കൂ. ഇതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ആളുകൾ രാവിലെ സൺ ബാത്ത് എടുക്കുന്ന പോലെയാണ് അവർ രാവിലെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? രാവിലെ വെളുപ്പിന് പോകും, സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ വെയിൽ വരുമ്പോൾ അത് കുറച്ച് കൊള്ളും, കൂടുതൽ വെയിൽ വരുമ്പോഴേക്കും അവരകത്ത് കയറും. അതുതന്നെയല്ലേ നടന്നുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ ഒരു പാപ്പുമാപ്പിള എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പണ്ടേ. ഇപ്പം 100 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. ഇപ്പോഴാണ് കുറച്ച് ഡിമെൻഷ്യ അങ്ങനെയുള്ള പ്രായാധികം കൊണ്ടുള്ള പ്രോബ്ലംസ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ റൂട്ടീൻ എങ്ങനെയായിരുന്നു എന്നറിയോ? രാവിലെ 5 മണിക്ക് അദ്ദേഹം കാളകളെയും കൊണ്ട് ഇവിടെ പോകും, പാടത്ത് പോകും. അവിടെ ഇറങ്ങുമ്പോൾ എന്തായി? പാടത്ത് ഇറങ്ങുന്ന വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നനച്ചിട്ടിട്ട് ഉഴുവുന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയായി? വെള്ളത്തിന് തൊട്ടു, മണ്ണിനെ തൊട്ടു. കുറച്ച് നേരം കഴിയുമ്പോൾ അഗ്നിയും വരും, കുറച്ച് സണ്ണും വരും. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല, നടക്കുന്ന കാര്യവുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് പ്രകൃതിയോട്, ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയൊന്നുമല്ല, ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വേറെ നിവൃത്തിയില്ല. ഇവിടെ അവർ ഒരുപാട് ഒരു ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റിൽ നിന്ന് മാറാതെ ഞാൻ പറയട്ടെ, ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തിരിക്കണം. വെറുതെ ഇരുന്നിട്ട് കണ്ട ജങ്ക് ഫുഡെല്ലാം കഴിച്ചാൽ നോ, ഹെൽത്ത് വരില്ല. അപ്പോൾ നിങ്ങളൊരു 10 ദിവസത്തെ റൂട്ടീൻ എടുക്കും. 10 ദിവസം നിങ്ങൾ ഷുഗർ കഴിക്കില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 10 ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു ഐറ്റം ചോറ് കഴിക്കണില്ല എന്ന് വിചാരിക്കും. പക്ഷേ അതിന് പകരമായിട്ടുള്ള പ്രോട്ടീൻസ്, കാർബോ, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അതൊക്കെ നിങ്ങൾ ഡയറ്റീഷ്യനുമായിട്ട് പറയണം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അവഗാഹമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ ഡീറ്റോക്സ് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ആളായിരുന്നു. അതൊരു വ്രതത്തിൻ്റെ അടിസ്ഥാനം മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെ ഡീറ്റോക്സ് ചെയ്യാനും കൂടെ സഹായിക്കും അല്ലേ? സൺഡേസൊക്കെ നമ്മൾ കണ്ടതുപോലെ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുകയായിരിക്കും. മൺഡേ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ അല്ലേ ബോഡിക്ക്. മൈൻഡിനപ്പം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് മൈൻഡ് ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലർ കണ്ടിട്ടില്ലേ, ഒരുപാട് ടെൻഷനുള്ളപ്പോൾ ഒരുപാട് ആഹാരം കഴിക്കും കേട്ടോ. അപ്പോൾ ഈ അറിവുള്ളവർ പറയുന്നത് നിങ്ങളുടെ എംബ്രിയോ ഉണ്ടാക്കിയിരിക്കുന്ന അതേ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വയറും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വയറും. അതായത് എംബ്രിയോ ഫോമായിട്ട് വരുമ്പോൾ, എംബ്രിയോ ഫോമായിട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ ഫോം ആകുന്നത്, അതേ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഗട്ട് ഫോം ആയിരിക്കുന്നതെന്ന്. സോ ഇത് രണ്ടും നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ഉള്ളിലേക്ക് കഴിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് അല്ലേ? അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാറ് കുറേ നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ നിറച്ചാലല്ലേ പറ്റുള്ളൂ.
അതേസമയം ഇപ്പോൾ ഇലക്ട്രിക് കാർസ് വരുന്നുണ്ട്. ഇലക്ട്രിക് കാറിന് നിങ്ങൾ ഫ്യൂവലല്ല കൊടുക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാലോ. അതിനകത്ത് മണ്ണും ഇതൊക്കെ ഉള്ള വല്ല സാധനങ്ങളും പോയി കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ആവോ? നിന്ന് പോയില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്ത്. നമ്മൾ എന്താണ് നമ്മുടെ വയറിന് നമുക്ക് ചെയ്യേണ്ടത്, വയറിൽ നല്ലത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരാളുടെ വയറിന് നല്ലതായിരിക്കില്ല മറ്റൊരാളുടേത്. ഇപ്പോൾ ഈ അമേരിക്കൻസിൻ്റെയൊക്കെ ഒരുപാട് ടോക്ക് ഷോസൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് എല്ലാം പറയുന്നതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ രാജ്യത്തിൻ്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും അവരുടെ ഡോക്ടേഴ്സൊക്കെ പറയണേ അല്ലേ. സോ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ ഏത് ജോഗ്രഫിയിലാണോ ജീവിക്കുന്നത് അതനുസരിച്ച്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വന്നിട്ടൊരു ജോഗ്രഫി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, ഇവിടെ ഭയങ്കര ചൂടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നല്ലേ, കുറേ നാൾ ഞാൻ മദ്രാസിലായിരുന്നില്ലേ. അപ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല. അതേപോലെ ഡൽഹിയിൽ തണുപ്പ് വരുമ്പോൾ നമുക്ക് നിൽക്കാനേ പറ്റില്ല. മദ്രാസ് ആൾക്കാർക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. എന്താ അതാത് സ്ഥലത്തെ ആളുകൾ അതാത് സ്ഥലത്തെ പഴങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയും. അതായത് കണ്ടീഷൻസ് അനുസരിച്ച് വേനൽക്കാല പഴങ്ങളായ മാമ്പഴമാണ് നമ്മൾ കഴിക്കുക. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഓറഞ്ച് വരും. അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി കഴിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് അവൈലബിൾ അത് മാത്രം കഴിക്കുക. അല്ലാതെ വേറെ തരത്തിലുള്ള പഴങ്ങൾ, ഇപ്പോൾ അവരുടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, അവരുടെ തരത്തിലുള്ള ഭക്ഷണ രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് അർത്ഥമില്ല അതിനകത്ത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജാക്ക് ഫ്രൂട്ടാണ് അവൈലബിൾ സമ്മറിൽ, നമ്മൾ അതാണ് കഴിക്കേണ്ടത്. നമ്മൾ ഈ അവക്കാഡോയും അതൊക്കെ നല്ല സൂപ്പർ ഫുഡൊക്കെയാണ് കേട്ടോ, മേടിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ അത് ഓരോരോ രാജ്യത്തിൻ്റെ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരെന്തോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഫ്രൂട്ട്സിൽ അവർക്ക് ബ്രോക്കലി, ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവരധികം കഴിക്കുക. കോളിഫ്ലവർ, നമ്മളത് കോളിഫ്ലവർ തന്നെ സ്ഥിരം കഴിച്ച ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ വന്ന കഥയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മുടെ ബിൽറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ഫുഡ് ഹാബിറ്റ് ഉണ്ടാക്കേണ്ടത്. ഇത് ഹെൽത്തിൻ്റെ ഒരു മന്ത്രയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്നുള്ളതും മനസ്സിൽ വെച്ചേക്കണം. അപ്പം വയറ്റിൻ്റെ അകത്തേക്ക് എടുക്കുന്നത് തന്നെയാണ് ബ്രെയിനിൻ്റെ ഫ്യൂവലായിട്ട് വരിക. അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ്സൊക്കെ നിങ്ങളുടേതായ രീതിയിലൊന്ന് മാറ്റി നോക്കൂ. ഞങ്ങളൊക്കെ പണ്ട് എപ്പോഴും കഞ്ഞിയും പയറും കഴിക്കുമായിരുന്നു. അപ്പോൾ വലിയമ്മച്ചിയൊക്കെ പറയും കഞ്ഞിയും പയറും ഏറ്റവും നല്ല ഫുഡാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ആഗ്രഹം എന്നറിയാമെന്നൊക്കെ, കേക്ക് മേടിച്ച് കഴിക്കാനാണ്. വളരെ കുറച്ചാണ് ഞങ്ങൾ കേക്ക് ബ്രെഡൊക്കെ കഴിച്ചിരിക്കുന്നത് ചെറുപ്പത്തിൽ. ബിക്കോസ് കാലടിയിലെല്ലാം വളരെ എന്താ പറയുക, അതിന് ബുദ്ധിമുട്ടാണ് അതൊക്കെ വാങ്ങിക്കാനും. പണമാണോ അതോ ഹെൽത്താണോ അവർ നോക്കിയതെന്ന് ചോദിച്ചാൽ രണ്ടും ഉണ്ട്. അവർക്കങ്ങനെ വാങ്ങിച്ച് കഴിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. വീട്ടിൽ വൈകുന്നേരം ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ ഇലയട ഉണ്ടാക്കിത്തരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വൈകുന്നേരത്തെ ഭക്ഷണ രീതികൾ. സോ അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും എൻ്റെ ഉത്തരവില്ല കേട്ടോ. ഞാൻ ഹെൽത്തിനെ പറ്റി സംസാരിക്കുകയോ ചേച്ചിന്ന് രമ്യ ചോദിച്ചുകൊണ്ട് ഞാൻ വന്നിരുന്ന് സംസാരിക്കുകയാണ്, വായിച്ച കാര്യങ്ങളിൽ നിന്നും സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ വയർ ചെയ്യണം രാവിലെ തന്നെ, അത് ഉറപ്പാണ് കേട്ടോ. പ്രെയർ വഴിയും നല്ല തോട്ട്സ് വഴിയും നമ്മൾ ബ്രെയിനിനെ വയർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ റൂട്ടീൻ തുടങ്ങാനായിട്ട്. നമ്മൾ വെറുതെ ഇരിക്കുകയരുത്. ഹിറ്റ് ദ നേച്ചർ. നമ്മളുടെ ശരീരം വന്ന് ചുമ്മാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ആന എപ്പോഴും കിടക്കുമോ? ഇല്ല, അതവിടെ നിന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ, അതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയാണ്. അതേപോലെ കാക്ക, പക്ഷികൾ, അതുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ, അവരെപ്പോഴും പറന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കും. രാത്രിയാണ് അവരങ്ങനെ അടങ്ങിയിരിക്കുക. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സ്ലീപ്പ്. നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് സ്ലീപ്പിനെങ്കിൽ അത് നിങ്ങൾ തുടർന്ന് അതുപോലെ പിന്നെ പോയിക്കൊണ്ടിരിക്കണം. രാത്രിയുള്ള പക്ഷികളെ നിങ്ങൾ പകൽ കാണില്ല. ഓളിനെ നിങ്ങൾ കാണാറുണ്ടോ പകൽ? അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വല്ലാണ്ട് അതിന് കണ്ണ് കാണില്ല. അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടാണ്. വവ്വാലിനെയും ഓളിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന രാത്രി നടക്കാനും ഇര തേടാനും ഒക്കെയാണ് അല്ലേ. അതേപോലെ രാത്രി വെളിയിലേക്ക് വരാൻ പാടില്ലാത്ത മൃഗങ്ങൾ വെളിയിൽ വന്നാൽ അതുങ്ങളെ നിങ്ങൾ കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. ആ ബേർഡുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണേ ഇവിടെ കൂട് വെക്കുക എന്നുള്ളത്. ഈ ചെറിയ ചെറിയ മരങ്ങളിൽ പോലും ആ ബേർഡ്സ് കൂട് വയ്ക്കും കേട്ടോ. എന്താണത് കാര്യം? എവിടെ കൊണ്ടുവന്നിട്ടാലും നമ്മൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഡെസ്റ്റിനിയിലുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്തിരിക്കും. ഈ ബേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ബേർഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? അതുങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. കൂട് വെക്കുക, മുട്ടയിടുക, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, കുത്തിപ്പറക്കി കഴിക്കുക. അത് അവർ ചെയ്തുകൊണ്ടിരിക്കും എവിടെ കൊണ്ടുവന്നിട്ടാലും അല്ലേ. അതേപോലെ ആയിരിക്കണം നമ്മളും എന്നാണ് നേച്ചർ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നേച്ചറിലേക്ക് നോക്കൂ. നിങ്ങൾ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും നിങ്ങൾ നേച്ചറിലേക്ക് നോക്കൂ. ഞാൻ ഹെൽത്തി ആണെന്നുള്ളത് ഒരു ബോധം നിങ്ങളിൽ തന്നെ വരുത്തിയിട്ട്
നിങ്ങൾ നിങ്ങളുടെ റൂട്ടീൻ അതുപോലെ മാറ്റും. ഇപ്പോൾ അസുഖങ്ങൾ വന്നുപോയ ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ഡയബറ്റിസ് ജെനറ്റിക്സ് ആണെന്ന്. ഈ ഡെസ്റ്റിനി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൈ ചേഞ്ചിങ് യുവർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് യുവർ വർക്കൗട്ട്സ്. അതൊക്കെ നിങ്ങളൊന്ന് മര്യാദയ്ക്കാക്കി കഴിഞ്ഞാൽ ഹെൽത്ത് നിങ്ങൾക്ക് താനേ വരും. പിന്നെ ഇരുന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന ഐ എം ഹെൽത്തി എന്ന് ഇരുന്ന് ജപിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മുടെ മസിൽ മൂവ്മെൻറ്റും നമ്മുടെ മസിൽസും എല്ലാം നല്ല പോലെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണ്. ചില ആളുകൾ സ്പോർട്സ് അതിലെടുത്തിട്ടുണ്ടാവും, അവർക്ക് അവരുടെ മസിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യാനറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകണമെങ്കിൽ അതിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളെ വെച്ചിട്ട് ചെയ്യുക, ഹേർട്ടാവരുത്. കണ്ടിട്ടില്ലേ ചില ടോയ്സൊക്കെ ഇങ്ങനെ നേരെ മാത്രം പോകാനുള്ള ടോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ കഴുത്ത് പിടിച്ച് നമ്മൾ പുറകിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നമ്മളുടെ മുഖം ഫ്രണ്ടിലേക്ക് മാത്രം പോകാനുള്ളതല്ലേ. നമ്മളിത് പുറകിലേക്ക് പിടിച്ച് തിരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? തീർന്നു നമ്മുടെ കഥ അല്ലേ? അതേപോലെ തന്നെ എന്തിനൊക്കെയാണോ നമ്മളുടെ ശരീരം വേണ്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടത് അത് മാത്രം ഉപയോഗിക്കുക. ചില യോഗീസും അവരവരൊക്കെ തലകുത്തി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായി. ഈ ചെറിയൊരു ഇതിലല്ലേ നമ്മളുടെ ബോഡിയും നെക്കല്ലേ കണക്ട് ചെയ്യണേ, ബോഡിയും തലയുമായിട്ട് ശരീരഭാഗം കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു നല്ല പ്രാക്ടീഷണറുടെ ഹെൽപ്പോട് കൂടി ആയിരിക്കണം. പിന്നെ ഞാൻ ഈ പറയുന്നതൊന്നും ഒരു ടിപ്സൊന്നുമല്ല, ഹെൽത്ത് ടിപ്സൊന്നുമല്ല. എൻ്റേത് വന്നിട്ട് സോഷ്യലി ഞാൻ കണ്ട അവെയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവെയർനെസ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഹെൽത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറുടെ ഹെൽപ്പോ ഒക്കെ നിങ്ങൾ എടുക്കൂ, അതിൽ പ്രാവീണ്യമുള്ള ആൾക്കാരുടെ. നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എൻ്റെ അറിവിലുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തിനെ പറ്റി ഞാൻ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ വെൽത്ത് ക്രിയേഷനിൽ വൺ ഓഫ് ദ ഫോംസ് ഓഫ് വെൽത്താണ് ഹെൽത്ത്. കുറേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ആൾക്കാർ ചോദിക്കില്ലേ? പണവും വേണം, നിറയെ പണം വേണം എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ ആ പണം ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കണം. ആ പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള സാമഗ്രികൾ ഉണ്ടായിരിക്കണം. അതായത് എന്ത് സാമഗ്രികളാണ്? നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാം. ബിസിനസ് വെൽത്ത് നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാം, അല്ല പണം ഉണ്ടാക്കാം. വെൽത്ത് അല്ല, സോറി, ലെറ്റ് മീ ജസ്റ്റ് കറക്റ്റ്. പണം ഉണ്ടാക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്, നേരായ മാർഗ്ഗങ്ങൾ മാത്രം. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ? അതും ഒരു വിഷമയമായി മാറും. ഇവിടുത്തെ കാര്യം പറയണം. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ ആളുകൾ എന്താ പറയുക, എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ കളഞ്ഞോളണം. ഒരെണ്ണം ഷെൽഫിലിരിക്കുന്നവരുടെ അത്രയേ ഉള്ളൂ. അവർക്ക് ഡെത്ത് സെൻറ്റൻസ് വെച്ച് വരെ കൊടുത്ത കഥകളുണ്ടായിട്ടുണ്ട്. ആളുകളെ കൊല്ലുന്നതിന് തുല്യമല്ലേ ഇത്? ഈ പഴയതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഏതോ ഒരു രാജ്യത്തു നിന്ന് വന്ന ആളുകൾ ഇതെല്ലാം കളക്ട് ചെയ്യും. അത്ര ഈ കളക്ട് ചെയ്തിട്ട് അവർ രണ്ടാമത് കവറടിച്ച് എക്സ്പയറി ഡേറ്റ് മാറ്റി ഇതിലിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയെന്ന്. എന്ത് മോശമാണതല്ലേ? എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനത്തെ ബുദ്ധി വരുന്നത്? മറ്റുള്ളവരുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ പരിഗണന കൊടുക്കാതെ ഉണ്ടാക്കുന്ന വെൽത്ത് അത് നിലനിൽക്കുമോ? അവരെ പിടിച്ചു. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, അങ്ങനെ ഒരു തോന്നലുണ്ടാകും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ അബ്രപ്റ്റായിട്ട് നിന്നു ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് സെയിം ടോപ്പിക്ക് പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. ആവർത്തന വിരസത തോന്നരുത്, കാരണം കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കിക്കോളൂ. ഹിറ്റ് ദ നേച്ചർ, ഈറ്റ് റൈറ്റ് ഫുഡ്സ്. പിന്നെ എപ്പോഴും നമുക്ക് ചിക്കനും ഫിഷും ഒന്നും മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഡീടോക്സ് യുവർ ഡേ, യുവർ വീക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഇതൊന്നും കഴിക്കാതെ വേറെ ഫുഡ് കഴിച്ച് നോക്കൂ. പിന്നെ വിശപ്പ് വരുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക, അതും ഉണ്ട് കേട്ടോ. വിശപ്പില്ലാതെ ഈ 4 നേരം നമ്മൾ കഴിച്ചോളണമെന്നും പറഞ്ഞ് കഴിച്ചാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ രീതികളാണ് കേട്ടോ. എനിക്ക് വിശപ്പ് വന്നാലേ ഞാൻ കഴിക്കുള്ളൂ. അതേസമയം ചില ആളുകൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കറക്റ്റായിട്ട് കഴിക്കണം ഫുഡ് എന്നുള്ളതുകൊണ്ട് അവർ 4 നേരം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അത് യു ഷുഡ് ആസ്ക് യുവർ ഡോക്ടർ. ഇതെല്ലാം ഞാൻ പറയുന്നത് മൈൻഡ് ഗെയിമിനെ പറ്റിയും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സീക്രട്ട് ബുക്ക് വായിച്ചിട്ടും ഒക്കെ കിട്ടിയ അറിവുകളൊക്കെ ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഐ ഹാവ് ലിസൺ ടു ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ്. അമേരിക്കൻ അവരുടെ പോഡ്കാസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാമെന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ
ചില കാര്യങ്ങൾ നമുക്ക് ശരിയാവില്ല. അവർ ഭയങ്കര ജൈജാൻറ്റിക് പേഴ്സണാലിറ്റീസാണ്. അവരുടെ സ്കിൻ കളർ ടോൺ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരുടെ ഫുഡ് ഹാബിറ്റ്സും വ്യത്യാസമുണ്ടാവും. അത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താവേ. ഞാൻ പണ്ട് ഞങ്ങളൊരു കോൺഫറൻസിന് പോയിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ ലോയേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓഫീസാണല്ലോ സ്പോൺസറൊക്കെ ചെയ്യണം. ആ സമയത്ത് KFC ഇവിടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ KFC കണ്ടപ്പോൾ നമുക്ക് വാങ്ങി കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിക്കുകയാണേ. അപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ, ലാർജ് മേടിക്കാൻ തോന്നുന്നു. ഇതേ ഒരു ബക്കറ്റ് പോലെ ഇത്ര ഉണ്ട്, 10-40 പീസ്. അപ്പോൾ അവർക്ക് ലാർജ് എന്ന് പറയണത് ഇതാ. നമ്മൾ ലാർജ് എന്ന് പറയുമ്പോൾ ഒരു ഇത്ര ഉള്ളൊരു പീസല്ലേ നമ്മൾ ലാർജ് എന്ന് പറയണത്. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയല്ലേ, പോപ്കോൺ ലാർജ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടും. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അങ്ങനെയായിരിക്കും കിട്ടുന്നതെന്ന്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈശ്വര എന്തോ ചെയ്യും, അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ച അവസാനം ഞങ്ങൾ കൊടുക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർക്ക് അമേരിക്കൻസിന് അത്രയും വേണമായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഇത്രയും പീപ്പിളിന് ലാർജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ. ഇനി ഞാനിതിവിടെ നിർത്തട്ടെ, കാരണം ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളുടെ ശരീരഘടന അനുസരിച്ചായിരിക്കണം നമ്മളുടെ ഫുഡ് എന്ന് പറയാൻ വന്നതാണ് കേട്ടോ. സോ ഗട്ടും ബ്രെയിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. മൈഗ്രെയിൻസ് വരുന്ന കണ്ടിട്ടില്ലേ? ഞാൻ ഈ പേരയ്ക്ക തിന്നുമ്പോഴേ എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണുമ്പോൾ ഭയങ്കര ഗ്യാസ് പ്രോബ്ലം, പറയുന്നത് ദഹിച്ചിട്ടില്ല. ചിലർക്ക് പേരയ്ക്ക നല്ലതാണ്. അപ്പോൾ അത് നല്ലപോലെ പഴുത്ത് പാകമായിട്ടുള്ള പേരയ്ക്ക ഒരെണ്ണമൊക്കെ തിന്നാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞയച്ചു എനിക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ എന്താ കഴിക്കണേന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ രമ്യ. അപ്പോൾ രമ്യ, ഹെൽത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യണം. എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, ഞാൻ നല്ല ഹെൽത്തിയാണെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഹിറ്റ് ദ നേച്ചർ. ഓക്കെ, ബൈ. അപ്പോൾ ഹെൽത്തിനെ പറ്റിയുള്ള ടോക്ക് ഇത്രയേ ഉള്ളൂ. PSC എഴുതി എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടെക്നിക്ക് പറയാം കേട്ടോ അടുത്ത ടോപ്പിക്കിൽ. PSC എന്നല്ല, പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാറുണ്ടായിരുന്നതും എങ്ങനെയാണ് ഫലങ്ങൾ കിട്ടിയേക്കുന്നതെന്നും പറയാവേ. സോ ബൈ, സീ യു ടുമോറോ.